നിർത്തൂ. ഇത് കളരി സെക്ഷൻ. തെക്കൻ മുറയാ. എല്ലാം നല്ല പദം വന്ന അഭ്യാസികളാ. ഒരു വാളും പരിചയം തരാൻ പറയൂ. കൊടുക്ക. ഇവര് കൊള്ളാം. ഇവരെ നമുക്കെന്തിനാ? 4 നേരം സൂപ്പ് വെച്ച് കുടിക്കാൻ. വെറുതെ കഴുതേ. സിംഹം നരവേട്ട തുടങ്ങിയ എന്തെങ്കിലും പറഞ്ഞോ? പാറ പോലെ ഉണ്ട്. ഇതിലൊരു 4 പീസുകൾ വേണം. ഒരു 4 മണിക്കൂറിനടുത്തേക്ക് മതി. തുക അല്പം കൂടും. ഇതിനൊക്കെ സർക്കാർ ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും. കിട്ടിയാ കിട്ടി. ഒരു 3 കൊട്ടേഷൻ വൗച്ചർ അടക്കം എന്റെ ഓഫീസിൽ എത്തിച്ചേക്ക്. ദെൻ സ്റ്റാർട്ട് ഓപ്പറേഷൻ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? വിട് എന്നെ, വിട. വിടാൻ വിടാൻ. ഹലോ മിസ്റ്റർ മാധവൻ നായർ. കൊള്ളാം. ഓ, അപ്പൊ ഇത് തന്റെ പണിയായിരുന്നു അല്ലേ? എന്താ എനിക്ക് വേണ്ടത്? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഈ സർട്ടിഫിക്കറ്റ് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. പെട്ടെന്ന് വിവാഹമോചനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണിത്. ഒരു ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ പരിപൂർണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. ഡോക്ടർ, ടെസ്റ്റ് തുടങ്ങാം. എന്ത് ടെസ്റ്റ്? ഒരു ചെറിയ ടെസ്റ്റ്, പൊട്ടൻസി ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ഹാജരാക്കിയ രേഖ വ്യാജമാണോ എന്ന് ഇദ്ദേഹത്തിനോട് സംശയം. ഇപ്പൊ കഴിയും. നിങ്ങൾ ആ വസ്ത്രങ്ങൾ ഡോക്ടർ, അയാളെ പിടിക്കും. എന്റെ വക്കീലെ എനിക്കറിയില്ല. കക്ഷി കൊണ്ടുവന്നു, ഞാൻ ഹാജരാക്കി. ദാറ്റ്സ് ഓൾ. പ്ലീസ് ബിലീവ് മീ. മിസ്റ്റർ ബാരിസ്റ്റർ, ദിസ് ഇസ് ഫോർജറി ഓഫ് റെക്കോർഡ്. കോടതിയെ കബളിപ്പിക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചാൽ IPC സെക്ഷൻ 466 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വക്കീലിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടയും തിന്നാം. അല്ല, അതെനിക്കറിയാം. ഈ താമ്രപത്രം എഴുതിയ ഡോക്ടറെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊരു തമിഴനാ, തിരുനെൽവേലിക്കാരൻ, അരുൾ ശെൽവൻ. ഏതോ ഒരു കറസ്പോണ്ടൻസ് കോഴ്സുകാരനാ. MBBS എവിടെയാ കറസ്പോണ്ടൻസ് കോഴ്സ്? അണ്ണാൻമലൈ. അണ്ണാമലൈ തന്നെ ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ഈ മിസ്റ്റർ മാധവൻ നായർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? വെറുതെ സാറേ, ആളെ ചുറ്റിക്കാൻ. അയാൾക്ക് ഇപ്പൊ പൊട്ടൻസിയുടെ ടെസ്റ്റ് വേണ്ടത് തലയ്ക്കാ. ഓർഗൻ ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സാറിന് വിടുന്നു. ഇന്നിനി പൊട്ടൻസി ഉണ്ടെങ്കിൽ തന്നെ അന്നതില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വാദിക്കാം. ഇതൊക്കെ വരാനും പോകാനും ഒരുപാട് നേരം വേണോ സാറേ? എന്തായാലും ആ തിരുനെൽവേലിക്കാരൻ ഡോക്ടർ കോടതി വരേണ്ടി വരും. വരുത്തണം. പിടിച്ച പിടിയാലേ ഡൈവോഴ്സ് കിട്ടാൻ അന്ന് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ കോടതി അത് മനസ്സിലാക്കണം. അതിന് തെളിവാണ് പ്രധാനം. അതിനാണല്ലോ തലയ്ക്ക് വെളിവുള്ള എന്നെ സർക്കാർ ഈ പണി ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ചില്ലല്ലോ. യു ക്യാൻ ഗോ. മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കയ്യിലെ കാശൊക്കെ തീർന്നു. നീ കുറച്ച് കാശെടുക്ക്. ഇത്രയും വേണോ? ഇത്രയും വേണ്ട. അല്ലെങ്കിൽ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ പറ്റുമോ? ഇത്രയും പണം കൊണ്ട് നടന്നു പോണ്ട, അപകട. നീ പേടിക്കണ്ട. എന്നിട്ട് ഡോർ ഓർക്ക്. അല്ലെങ്കിൽ വേണ്ട, ഡിക്ക് ഓർക്ക്. എങ്ങോട്ടാ ഡ്രൈവർ ഇത്ര സ്പീഡിൽ? അപകടമാണ്. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അയ്യോ, ഭിക്ഷക്കാരൻ എങ്ങോട്ട് പോയി? ഇത്രയും അധികം കാശ് അളിയ ഒറ്റയ്ക്ക് കൊണ്ടു കിടക്കുന്ന ആപത്താ. സോ താങ്ക് യു രമേശ. സോറി അളിയ.
പാപ്പരേ. ആ. ആ. താനെന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഒരു പാപ്പർക്ക് ഓടാനുള്ള അവകാശമില്ലേ? പാപ്പർക്ക് ഓടാം, പക്ഷെ കമ്മീഷനെ പുറകെ ഓടിക്കരുത്. താൻ ഇനി ഓടാനിരിക്കുന്നേ ഉള്ളൂ. ഡിക്കിയിലാണോ യാത്ര? അല്ല, സീറ്റിലാണ് ഇനി യാത്ര. ശരി ശരി ശരി. വല്ലാതെ വിശക്കുന്നു തിരുമേനി. ലദ്യ എന്തെങ്കിലും? ആര് കഴിപ്പിക്കാനാ മാധവന്നാരെ? ഭക്തി കാസറ്റിലും ഭഗവാൻ സൂട്ട് കേസിലുമായ കാലമല്ലേ. ഇതിനൊക്കെ ഇപ്പൊ ആർക്കാ നേരം? ഇന്നും മകളുടെ പിറന്നാളായിരുന്നു. അവരും വന്നില്ല. അയ്യോ ചേട്ടൻ, എന്താ മോളുടെ പിറന്നാൾ ആഘോഷിച്ചു. രാത്രിയിലാക്കാന്ന് വെച്ചു. ചേട്ടന് വരാൻ വേണ്ടിയാ. രേണുമോക്ക് ഒരേ നിർബന്ധം, ചേട്ടൻ വന്നാലേ കേക്ക് മുറിക്കുള്ളൂ. പക്ഷെ സിംഹം അയാളെ പോവാൻ പറ. ഞാൻ അയാളെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ആ വേണാണ് നിനക്ക് തോറും തലയിലെ കയറാം. അന്താളെ ഞാൻ വിടമാട്ടെ. അയാളെ കണ്ണു വെട്ടിച്ച ചേട്ടനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൊണ്ടുവരും. കേക്ക് മുറിക്കും. പഴനി കാണ്ടവൻ തുണை അപ്പനീ മുരുക. ചേട്ടാ പോയോ? Stop the car. யாரது? சூசைட் கேஸா? எதற்காக என் வண்டி முன்னாடி நிற்க வேண்டும்? எட்டினில் ചെക്കിംഗ്. செக்கிங் ஆகுது, கிக்கிங் ஆகுது. என்ன பத்தி உங்களுக்கு சரியா தெரியாது. நான் வீரபாண்டிய കട്ടബൊമ്മൻ പരമ്പരയിലെ ചേർന്നവ. മലയാളം അറിയാമെങ്കിൽ പറഞ്ഞാൽ നന്ന്. എന്തിനെന്റെ വണ്ടി ചെക്ക് ചെയ്യണം? ദാറ്റ്സ് മൈ ഡ്യൂട്ടി. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ആരാണെന്ന് മനസ്സിലായി. ഈ വീട്ടുവളപ്പിൽ എന്തിനാണ് കാവ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ആൾ ഇതിനകത്തില്ല. മുഖത്ത് രണ്ട് ഉണ്ട കണ്ണല്ലേ മിസ്റ്റർ ഇരിക്കുന്നത്. ഞാനും ഡ്രൈവർ വൈനകത്ത് ഉള്ളൂന്ന് കണ്ടുകൂടി. ഡ്രൈവർ ഡിക്കി ഒന്ന് തുറന്നു കൊടുക്കൂ. സാറൊന്ന് പരിശോധിക്കട്ടെ. വളരെ സാവകാശം പരിശോധിച്ചാൽ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ആരുമില്ലല്ലോ. എന്താണ് മിസ്റ്റർ ഇതിനു വേണ്ടി നോക്കാം? അതിനകത്ത് ആരും മനസ്സിലായില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. That's all. ഇനി പോവാല്ലോ, സംശയം തീർന്നല്ലോ. Yes. ഒട്ടും പറഞ്ഞു കേട്ടോ. വിട്ടോ വിട്ടോ വിട്ടോ.